ഈ സൈഡ് ഒന്നുകൂടെ അല്ലേ? വാഴക്കാട് പഞ്ചായത്തിലെ നൂഞ്ഞിക്കര വാർഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ LDF സ്ഥാനാർത്ഥിയായി ചിത്ര മണ്ണറോട്ട്, UDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് സനൂബിയ, NDA സ്ഥാനാർത്ഥിയായി പ്രജിത എന്നിവരും, അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ ബേബി മഞ്ജുഷ NDA സ്ഥാനാർത്ഥി, വജീദ ജബിൻ UDF സ്ഥാനാർത്ഥി, സുനിത ചെറുവട്ടൂർ LDF സ്ഥാനാർത്ഥിയായും, ജില്ലാ പഞ്ചായത്തിൽ ജയ്സൽ എളമരം UDF സ്ഥാനാർത്ഥി, അതോടൊപ്പം LDF സ്ഥാനാർത്ഥിയായി N പ്രമോദ് ദാസ്, UDF സ്ഥാനാർത്ഥിയായി ജയ്സൽ എളമരം, അതോടൊപ്പം LDF സ്ഥാനാർത്ഥിയായി N പ്രമോദ് ദാസ്, SDPI സ്ഥാനാർത്ഥിയായി മുഹമ്മദ് അലി മീർഷാൻ, NDA സ്ഥാനാർത്ഥിയായി ഷിബു അനന്തായൂർ തുടങ്ങിയവരാണ് ഇവിടെ മത്സരിക്കുന്നത്. നമുക്ക് ഈ വാർഡിൻ്റെ വിശകലനം ഇവിടെയുള്ള സ്ഥാനാർത്ഥികളുമായി നമുക്ക് പങ്കുവെക്കാം. ആദ്യ പ്രതികരണം LDFിൻ്റെ സ്ഥാനാർത്ഥിയായി നൂഞ്ഞിക്കര വാർഡിൽ മുൻ മെമ്പറായിരുന്നു, വളരെ വലിയ അനുഭവ സമ്പത്തോടു കൂടി സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് LDFിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ചിത്ര മണ്ണറോട്ട്. എങ്ങനെയുണ്ട് ഈ ഒരു ഇലക്ഷൻ സമയത്ത് എത്രമാത്രം ഈ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ? വളരെ വലിയ പോളിംഗ് തന്നെ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പോളിംഗാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. ഇനി ഏകദേശം കുറച്ച് വല്ലാണ്ട് ഇല്ല, നമുക്ക് കൂടുതൽ ആളുകളും ഇവിടെ വന്നു പോയിട്ടുണ്ട്. എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ്? ഏറെക്കുറെ ജനങ്ങൾ ഒപ്പുണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ. LDF സർക്കാർ ചെയ്ത സേവന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വോട്ടായി മാറും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ മുൻകാലങ്ങളിൽ ഞാൻ 5 വർഷക്കാലം ഇവിടെ നിന്നപ്പം ചെയ്ത സേവനങ്ങളും ജനങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. വോട്ട് തേടുന്ന സമയത്തൊക്കെ ആ ഒരു പ്രതികരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. നല്ല പ്രതികരണം തന്നെയാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഏത് വർഷത്തിലായിരുന്നു പിന്നെ മത്സരരംഗത്ത് അന്ന് മെമ്പറായി തെരഞ്ഞെടുത്തിരുന്നത്? 2015-20 വർഷത്തിൽ വളരെ സജീവമായി മെമ്പറായി പ്രവർത്തിച്ച ഒരു അനുഭവ സമ്പത്തോടു കൂടിയാണ് ചിത്ര മണ്ണറോട്ട് ഈ ഒരു സമയത്ത് മത്സരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ നമ്മളോട് പ്രതികരിക്കുന്നത് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സനൂബിയാണ്. ഒരു അഡ്വക്കേറ്റാണ്, പൊതുരംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആരുടെ ആവശ്യങ്ങൾക്കും ഒരുപടി മുൻതൂക്കം നൽകി വേറെ സേവന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു പരിചയമുള്ള, എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസപരമാണെങ്കിലും മറ്റിതര മേഖലകളിലാണെങ്കിലും നമ്മുടെ വാർഡിന് ഗുണകരമാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് സനൂബിയാണ് നമ്മോട് പ്രതികരിക്കുന്നത്. ഇത്രമാത്രം ആത്മവിശ്വാസത്തിലാണ്? നല്ല ആത്മവിശ്വാസത്തിലാണ്. ഇവിടെ വരുന്ന വോട്ടർമാരുടെ മുഖങ്ങളിൽ നിന്നും UDFന് ഒരു നല്ല പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും UDF വിജയിച്ചു വരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണുള്ളത്. വോട്ട് തേടുന്ന സമയത്തൊക്കെ എത്രമാത്രം ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ എത്രമാത്രം സന്തോഷത്തിലാണ്? 100% ഈ ഗ്രാമത്തിൻ്റെ വീതികളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും പൂർണ്ണമായ മനസ്സോടെയാണ് എന്നെ വോട്ട് അഭ്യർത്ഥന വേളയിൽ സ്വീകരിച്ചത്. ആ ഒരു റിസൾട്ട് ഈ തുടർന്ന് വരുന്ന റിസൾട്ടിലും ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഓക്കെ, LDF സർക്കാരിൻ്റെ ഒരു നയങ്ങളൊക്കെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വോട്ടായി മാറുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള ഒരു ജനങ്ങളുടെ ചെറുത്തുനിൽപ്പും താക്കീതുമായിരിക്കും UDFിൻ്റെ തുടർന്ന് വരുന്ന റിസൾട്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. ഒരു അഡ്വക്കേറ്റ് എന്നൊക്കെ നിലയിൽ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എത്രമാത്രം ഈ ഒരു വാർഡിന് ഗുണകരമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്? ഈ വാർഡിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ സാധാരണക്കാരായ ആളുകൾ ഉള്ള ഒരു വാർഡാണ്. 3 കോളനികൾ ഉൾപ്പെടുന്ന ഈ വാർഡിൽ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ എൻ്റെ കഴിവ് ഉപയോഗിച്ചിട്ട് പൂർണ്ണമായും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ജയിച്ചു വന്നാൽ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ഈ മത്സരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നും അതോടൊപ്പം തന്നെ തൻ്റെ എല്ലാവിധ യോഗ്യതകളും ഈ നാടിൻ്റെ ഗുണകരമായ പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തുമെന്നും അഡ്വക്കേറ്റ് സനൂബിയ സാക്ഷ്യപ്പെടുത്തുകയാണ്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.